ഈ PM ശ്രീ പദ്ധതിയായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങൾ. മുന്നണിക്കുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണെന്നാണ് പുറത്തുവരുന്ന വിവരം. മന്ത്രി GRN ഉൾപ്പെടെ LDFിൻ്റെ നിലപാടിനെ ചോദിച്ചിട്ട് പുറത്തെത്തിയിട്ടില്ലേ? പൊട്ടിത്തെറിച്ചാൽ പുറത്തെത്താത്ത പൊട്ടിത്തെറിയാൽ പിന്നെ എന്താ അതിനെ പറ്റി ചർച്ച ചെയ്തിട്ട് കാര്യം? ഒരു പൊട്ടിത്തെറിയില്ല. CPI വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. CPI എതിർപ്പ് പ്രകടിപ്പിച്ച ആ എതിർപ്പിനെ കുറിച്ച് അവരുമായിട്ട് ആലോചിച്ചിട്ട് പരിഹാരം കാണുക. അതിലെ മുന്നണി നടപടിക്രമം അതല്ലേ. CPI മന്ത്രിമാരുൾപ്പെടെ രാജിവെക്കുന്ന പറയുന്നു. അത് നിങ്ങളെ വാർത്തയാണ്. അവരങ്ങനെ മന്ത്രിമാരെ രാജിവെക്കുമ്പോൾ അവരെന്നെ പറഞ്ഞെന്താണ്, ചർച്ചയിലൂടെ പരിഹരിക്കണം. അവർ പ്രശ്നം ഉന്നയിച്ചു, അവർക്കൊരു പ്രശ്നം ഉണ്ടാകും, സ്വാഭാവികമാണ്. മുന്നണിയിൽ പല രാഷ്ട്രീയ ചിന്താഗതിക്കാരുള്ളൊരു മുന്നണിയാണ്. ഓരോ പാർട്ടിക്കും അവരുടേതായ നിലപാടുണ്ടാകും. ചില നിലപാട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ പുറത്ത് വന്നു വരും. അന്തിമ തീരുമാനം എന്നതിനെ ആശ്രയിച്ചാണ് എല്ലാം ഇരിക്കുന്നത്. എന്തു തന്നെ ഉണ്ടെങ്കിലും മുന്നണിക്കുമായിട്ട് ബന്ധപ്പെടുന്ന ഭരണവുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ അതാ മുന്നണിയിൽ ഉന്നയിച്ച് പരിഹാരം കാണുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. ആ പാരമ്പര്യം അനുസരിച്ച് തന്നെ നാളെയും നമ്മുടെ പ്രവർത്തനം തുടരും. ഈ CPM ഭരിക്കുന്ന സർക്കാർ, CPM നേതൃത്വത്തിലുള്ള സർക്കാരാണ്. CPMൻ്റെ വിദ്യാർത്ഥി സംഘടനയായ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ, പ്രതിപക്ഷ എല്ലാ സംഘടനകളും PM ശ്രീയെ എതിർത്തപ്പോഴും സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴിൽ അടിയറവ് വെച്ചോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ വരുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഓരോ പാർട്ടിക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഗവൺമെൻറ്റല്ല ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് മുന്നണി മര്യാദ അനുസരിച്ചിട്ട് എല്ലാവരും പ്രവർത്തിക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. NCPയുടെ തീരുമാനം, എൻ്റെ അഭിപ്രായം NCPയുടെ അഭിപ്രായം തന്നെ. NCPൻ്റെ അഭിപ്രായം പറയേണ്ടി വന്നാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മീറ്റിങ്ങിലാന്ന് വരെ പറയാം. മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിസഭ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ മന്ത്രിസഭയിൽ പറയും. അത് പത്രങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പൊതുവെയുള്ള നിലപാട്. ഉചിതമായ തീരുമാനമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. തീരുമാനം ഉണ്ടായോ? നമുക്കിവിടെ പരിഹരിക്കാൻ പറ്റിയ ഭരണപാഠവും സംഘടനാപാഠവുമുള്ള രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഉണ്ട്. അവർ അത് ഭംഗിയായി പരിഹരിക്കുമെന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്.